പുതിയൊരു വർഷമാണ്. അപ്പൊ കൈ നോക്കി നല്ലത് മാത്രമേ പറയാവൂ. നല്ലത് മാത്രം പറയണമെങ്കിൽ കൊഞ്ചധികം പൈസ കിടക്കണം. എങ്കിൽ നല്ലത് പറയണ്ട, ഉള്ളത് പറഞ്ഞാ മതി. ഈ വർഷം ഉനക്ക് പുതുവർഷം. അതെനിക്ക് മാത്രമല്ലല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഇതൊരു പുതിയ വർഷമല്ലേ. ഐ മീൻ இந்த வருஷம் உனக்கு அருமையான மாறிடும். അപ്പൊ ഈ വർഷം സ്വാഹ. അപ്പുറം ഉനക്ക് നല്ല വാഴയ്ക്ക് കിടക്കി പോകത്. ഒന്നാമതേ വീട്ടിൽ 2 വാഴകളുണ്ട്, അതിന്റെ കൂടെ ഒരു വാഴയും കൂടെ എനിക്ക് താങ്ങാൻ പറ്റൂല. പുതു വാഴയ്ക്ക് എന്നാ പുതു ലൈഫ്. പുതു ലൈഫ് എന്നാ പുതു പൊണ്ടാട്ടിയാ, പുതു കുട്ടികളാ. എനിക്ക് കല്യാണം നടക്കോ? പഴയ പൊണ്ടാട്ടി നനച്ചാ നിനക്ക് കല്യാണം നടക്കോ? പഴയ പൊണ്ണിന് നച്ചില്ല. ഒന്നെ അവർ കൊന്നിട്ട് അതുക്ക് മേലെ ഒരു ചെടിയെ പൊട്ട് അതേ നനയ്ക്കോ? വേണമാ? വേണ്ടമാ. അണ്ണ യഥാവത് ഈ പൈസ പരിപാടി വല്ലതുകൊണ്ട് അതാ പറഞ്ഞ. 2 വഴികൾ ഇருக்கு. ഒന്ന് തിരുടണോ, ഇല്ലെന്നാ പിച്ചെടുക്കണം. ഏതാ വേണം? ഈ ശരീരം അനങ്ങാതെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്നു. அந்த வேலைதான் நான் செய்துட்டு இருக்கேன். அது உனக்கு சொல்லித்தர மாட்டேன். പഠിച്ച കള്ളൻ. എന്റെ മക്കളെ, ഏതെങ്കിലും കോടീശ്വരന്മാരെ മോളൊക്കെ കിട്ടാൻ വല്ല വകുപ്പുണ്ട്? ഈ കൈ നോക്കി പറഞ്ഞു. കല്യാണം നിശ്ചയമാ നടക്കും. ഈശ്വര, എനിക്കത് മതി, ഞാൻ കോടീശ്വരനായി. ആണാ കല്യാണം കഴിഞ്ഞ അടുത്ത നിമിഷം அந்த കോടീശ്വര കുടുംബവും പിച്ചെടുപ്പേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതാ സംഘ് ഊതിട്ടേറ്. ഇപ്പൊ എല്ലാം പോട്ട്. ഞാൻ അടുത്ത ഈ ലോട്ടറി അടിക്കോ നോക്കിട്ട് പറഞ്ഞാണ്. അടിച്ച് 2024 யாருக்கோ அடிச்சாச்சு. எடா அறிவு கட்ட முண்டமே, இந்த ലോട്ടറി 2024 വട്ടത്തിൽ മൂഞ്ചി. தப்பு. வட்டத்தில திரிகோணத்தில சதுர்புஜத்தில மூஞ்சியாச்சு. கவலைப்படாத, இது வெறும் ஆரம்பம்தான். இனிதான் வலிக்க போகுது. ഈ വർഷം നല്ലതൊന്നും നടക്കൂല. யாரு சொன்னா? உன் கைய கூட. உன் கைய பார்த்தா நீ காலையில சாப்பிட்டது இட்லி சாம்பார் தானே? உனக்கு எப்படி அது தெரியும்? அந்த கிரேவி நகத்திலே இருக்கு பாரு. உன் கைய பார்த்தா பொழந்து போன என்னமோ கூட்டி சேர்க்கிறதுக்கு உனக்கு കഴിവ് இருக்கு. நீ ஒரு மிகப்பெரிய കഴിവേറി. പൊളന്തു പോണ സാധനം കൂട്ടിച്ചേർത്താ എനിക്ക് എന്തിനു കോണം? அது எனக்கு தெரியாது. പിന്നെ നിനക്ക് എന്തൊരു തെറിയും? கொஞ்சம் தமிழ் தெரியும். சொல்லட்டுமா? அந்த கதை கூட വേണ്ട വേണ്ട. பொறுமையா வீட்டி போய் யோசிச்சு பாரு, உனக்கு அந்த பதில் கிடைக்கும். யோசிச்சுட்டு பதில் கிடைக்கலன்னா 9988777722 என்ற நம்பர்லேக்கு 2000 ரூபாய் ஜிபே பண்ணு. அது கடவுள நம்பரா? கடவுள் பக்கத்தில் இருக்கணும், என்னோட நம்பர். நான் யோசிச்சு பாருட்டு சொல்றேன், அப்புறம் கண்டுபிடிக்கிறேன். விண்வெளி நாயகா വീരാ. എന്നാലും പൊളന്നു പോയ സാധനം കൂട്ടിച്ചേർക്കാൻ എനിക്ക് കഴിവുണ്ട്. എന്തൊരായിരിക്കും സംഭവം? മിക്കവാറും വല്ല പശയുടെ ബിസിനസ്സും ആയിരിക്കും, അല്ലെങ്കിൽ വെൽഡിങ്ങിന്റെ. അതൊന്നും ആയിരിക്കൂടാ, എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സ്കില്ല് ആണെന്നാണ് എനിക്ക് തോന്നണം. എങ്കിൽ അച്ഛൻ അവൻ പറഞ്ഞു പറ്റിച്ചത്. അച്ഛൻ എന്തൊരു സ്കില്ലിരിക്കണം? ഇനി മറ്റോ വല്ല സ്മൂളിൽ ഡുവറ്റ് അടിച്ച് കിട്ടിയടാ. ശൈലേന്ദ്രി ഭർത്താവായിട്ട് പൊളന്നിരിക്കുകയല്ലേ, ഡിവോഴ്സായി. അപ്പൊ ഞാനും അവളും കൂടെ കൂടിച്ചേർന്ന് എൻ്റെ വളർച്ച അങ്ങനെ മറ്റോ വല്ല കാണാം. ആ കൂടിച്ചേരൽ ഒരിക്കലും നടക്കാൻ പോണില്ല. അമ്മേ വലിച്ചു പൊളന്നോളും. രക്ഷപ്പെടാൻ സമ്മതിക്കൂല കാലത്ത്. അറ്റവും മൂലം ഓരോരുത്തന്മാര് പറഞ്ഞു തരും മനുഷ്യനെ ഭ്രാന്തരിപ്പിക്കാനായിട്ട്. അതെ, നിങ്ങൾ മലക്കറി വാങ്ങിച്ചാ? ആ പൈസ അല്ലേടി ഞാൻ കൈനോട്ടക്കാരന് കൊടുത്തത്. നിങ്ങൾ 2 കൈ തന്നാണി. എന്തിനാടി? സാമ്പാറിനരിയാൻ. സാമ്പാറല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. എടി ജലജെ, എനിക്ക് പൊളന്നുപോയ സാധനം എന്തെങ്കിലും ഒട്ടിക്കാൻ കൂട്ടിച്ചേർക്കാൻ കഴിവുണ്ടാ? നിനക്കറിയോ? എന്റെ അറിവിൽ നിങ്ങൾക്ക് പൊളന്ന് തിന്നാനും പൊളന്ന് വിടാനേ അറിയാവൂ. മാറി നിൽക്കാം. അച്ഛാ, ഇനിയിപ്പൊ അങ്ങേര് പറഞ്ഞത് കൂട്ടിച്ചേർക്കുന്നവനാണോ അതോ കൂട്ടിക്കൊടുപ്പുകാരനാണോ? എനിക്ക് തോന്നണ അങ്ങേര് ബൺ മസ്കയുടെ കാര്യം ഒരിക്കലും പറഞ്ഞെന്ന്. ഓ, ബണ്ണ് പൊളക്കണം, എന്നിട്ട് അതിന്റെ അകത്ത് ബട്ടർ തേക്കണം, എന്നിട്ട് കൂട്ടിച്ചേർത്ത് തേക്കണം, എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കണം. എടാ, നീ അവള് പറഞ്ഞ ബൺമസ്ക വല്ല തന്നെ. ബൺമസ്ക അവിടെ നിക്കട്ടെ. ഇതങ്ങേരി പറഞ്ഞതേ ഒസാൻ തന്നെ. എന്നുവെച്ചാ മറ്റേ സുന്നത്ത് കല്യാണം ചെയ്യണ ആളെ. നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ പറ്റണത്? നാറി. ഇത് ജലജ പറഞ്ഞ പോലെ തന്നെ ബൺമസ്ക. ജലജ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 100 ബണ്ണും 1 കിൻഡല് ബട്ടറും പിന്നെ ഒരു കെറ്റില് നിറയെ ഇറാനി ടീ ഇട്ടോണ്ട് വന്നാണ്. ഓ, കൊണ്ടുവാ. ഇതുപോലെ കുലുക്കി സർബത്ത് കൊണ്ടാക്കിക്കൊണ്ട് പോയത് ഓർമ്മ ഉണ്ടാ? കുലിക്ക് എന്തിനാ കൂടെ പോയിരുന്നു? എല്ലാം കുടിച്ചേർത്തല്ല. ആര്? ഞാനും അവനും.
വേണ്ട, വല്ലവന്റെ വാക്കും കേട്ട് രണ്ടോടെ ഇറങ്ങി പുറപ്പെട്ടാലാണ്. എന്നാലും കൂട്ടിച്ചേർക്കണത് എന്തരടാ സാധനം? സോയോ റൂം അച്ഛ. വാപ്പിളി മുക്കിൽ എവിടെ തുടങ്ങണമെന്ന് മാത്രം അച്ഛൻ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. തുടങ്ങാടാ. അമ്മ പൊത്ത്. ഇവിടെ എന്തിനു മൊത്തം പൊത്തലും പുളക്കലേ ഉള്ളു? നിനക്കിവിടെ എന്തിനിപ്പോ പൊത്തത്? പാന്റ് പൊത്ത് പോയി. നിന്റെ വീട്ടിലെ ആരോടാ? എത്ര പ്രാവശ്യം ഞാൻ തച്ചാ ഈ പാന്റ്? എണ്ണി തുടങ്ങിയില്ലായിരുന്നു, ഇനി തുന്നണ തൊട്ട് എണ്ണി തുടങ്ങാൻ. ഇപ്പൊ ഈ പാന്റ് എങ്ങനെ പൊത്തത്? എവിടെ മൂട് മേക്കാണാ പോയോ നീ? അതെ അമ്മ, ഈ തച്ച പാന്റ് വീണ്ടും കീറോന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്ട്രെച്ച് ചെയ്ത് നോക്കിയതാ, ഇതുപോലെ. അയ്യോതാ വീണ്ടും കീറി. അമ്മേരെ തയ്യല് പോരാ തന്നെ. എങ്കിൽ മക്കളെ ഈ പൊത്ത പാന്റ് ഇട്ടോണ്ട് പോയാ മതി കേട്ടാ. പൊത്ത മഹേശേ. അമ്മ ഉമ്മ പോടാന്ന്. അച്ഛാ കിട്ടി കിട്ടി. കിട്ടിയാ? കിട്ടിയാടാ? കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. അച്ഛാ എന്റെ പാന്റ് പൊത്ത് തച്ചു തരുമോ? പോടാ അവിടെ നിന്ന്. ഇവിടെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അമ്മേടെ അടുത്ത് കൊണ്ടു കൊടുത്തപ്പോ അമ്മ എന്നെ ഉപേക്ഷിച്ച്. എങ്കിൽ അച്ഛനെ ഉപേക്ഷിച്ച് ഇനി മുതൽ നീ അനാഥൻ. വീട്ടിൽ ഇറങ്ങി പോടാ. എന്റെ പാന്റ് പൊളന്നു പോയി, അതൊന്ന് കൂട്ടിച്ചേർത്തരാൻ പറഞ്ഞപ്പോ ഓന്റെ പാൻ. നീ ഇപ്പൊ എന്തിനു പറഞ്ഞ? പാന്റ് കീറിയെന്ന് അങ്ങനല്ലേ നീ ഇപ്പൊ പറഞ്ഞ? എങ്കിൽ ഇനി തൊട്ട് ഇങ്ങനെ പറയാ. എടാ ആദ്യം നീ എന്തിനാണ് പറഞ്ഞ അമ്മാന്ന്? ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ട് വിളിച്ചത് അമ്മാന്നല്ലേ? അമ്മ അല്ലാതാ അച്ഛാന്ന്. എടാ അമ്മ അച്ഛനും അല്ലാതാ അനിയാന്ന്. എവനെ കൊല്ലണം. എടാ വടി, എടാ വടി. എന്നെ തല്ലി കൊല്ലല്ലേ? ഞാൻ എന്റെ പാന്റ് പൊളന്നു പോയി കൂട്ടിച്ചേർത്തരാനാണ് വന്ന. ഇത് തന്നെ അവൻ പറഞ്ഞത്. മക്കളെ കാര്യം മനസ്സിലായില്ലേ? അപ്പം മനസ്സിലായി അച്ഛാ. പൊത്തല് വീണ നിക്കറിന്റെ ഇടയിൽ കൂടെ അകത്തുള്ളതൊന്നും കാണാതിരിക്കാൻ വേണ്ടി പല നിറത്തിലുള്ള ജട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജട്ടിക്കട. അതാണ് കൈനോട്ടക്കാര അച്ഛന്റെ അടുത്ത് പറഞ്ഞത്. രഘുസ് ജട്ടിക്കട. ടാഗ്ലൈൻ: പൊളന്നു പോയാൽ നിങ്ങൾ പേടിക്കണ്ട, ഒട്ടിച്ചു തരാൻ ഞങ്ങളുണ്ട്. കിഴക്കോ ചക്കെടുക്കും. അവനെയല്ല കൊല്ലാനുള്ളത്, നിന്നെയാണ്. ഇവിടെ കൈനോട്ടക്കാൻ പറഞ്ഞ സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങാനാണ്. ഇത് വെച്ച് ഞാൻ ഒരു അലക്കും. അപ്പൊ സ്റ്റിച്ചിങ് സെന്റർ അല്ലേ അലക്കടേ തുടങ്ങാൻ പോണ? എന്റെ ശംഭുമാമൻ എനിക്ക് പഠിപ്പിച്ചു തന്ന ഈ കൈത്തൊഴിലാണല്ലോ ഈശ്വര എന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പോകുന്നത്. താമസിച്ചു പോയി. അച്ഛനെ പഠിപ്പിച്ചു തീർന്നപ്പോഴേക്കും ശംഭുമാമൻ വടിയായി. ഗുരുത്വം. 2026 തുടങ്ങിയതേ ഉള്ളൂ, അതിനിടെ ഒരു പ്രശ്ന വേഷങ്ങൾ കിട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണാനല്ലോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വിധി. അച്ഛാ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ കൂടിക്കോട്ടാ. എന്തിന്? നൂല് കൊരിക്കാനേ. ഓ വേണ്ട, അതൊക്കെ എനിക്ക് കൊരിക്കാൻ അറിയാം. എങ്കി ഒന്ന് കൊരുത്താണി. ഓഹോ, തന്തെ വെല്ലുവിളിക്കുന്നു നീ കണ്ടോ? ഈ സൂചിയോട് കുറച്ചും കൂടി ചെറുതാക്കായിരുന്നു അവന്മാർക്ക്. ഇപ്പൊ എന്തായാലും നീ പറഞ്ഞല്ലേ അസിസ്റ്റന്റ് അവിടെ വന്നു, നീ കൂടിക്കോ എന്റെ കൂടെ. വോ വേണ്ട, അച്ഛൻ തന്നെ കൊരുത്തോ. എടാ ബോഞ്ചമെള്ളം മാറ്റിടാ മാസാവസാനം. അച്ഛാ അപ്പോഴേ ആദ്യമായിട്ട് എന്റെ പൊത്തല് തന്നെ അടിച്ചു തരി. നല്ല ഐശ്വര്യമുള്ള പൊത്തലാണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ മക്കളെ? ഇതൊന്നൊരു എലി ചത്ത് നാറ്റു. മക്കളെ പൊത്തൽ വീണെന്ന് കരുതേ പാൻറ് കഴുകാതെ ഒന്നും ഇരിക്കണ്ട കേട്ടാ, ഇടയ്ക്കിടയ്ക്ക് കഴുകാം. ഇതേ മക്കളെ കണ്ണടച്ച് തുറക്കുമ്പോ അച്ഛൻ തച്ച് വെച്ചേക്കും. ആ തീർന്ന അച്ഛ. ജിത്തു കൊരയടേ. എടാ കൊരയ്ക്കാനല്ല, ഇത് കൊരുക്കാൻ. ഓ അതാ. 2 മണിക്കൂറായി എന്റെ പാൻറ് വെച്ചോണ്ടിരിക്കണം. ഇപ്പോഴെങ്കിലും തച്ച് തരോ? ഇപ്പൊ ശരിയാക്കി തരാടേ. സൂചിയിലെ നൂല് കൊരിക്കേണ്ട താമസം. ജിത്തു എന്തിനായി? വല്ലവിധനെ നൂലിന്റെ അറ്റം കണ്ടുപിടിച്ച്, പക്ഷെ സൂചിയുടെ തുള കാണാനില്ല. നിങ്ങൾ മാറിക്കാണ്. സൂചി ഇല്ലേ? അങ്ങനെ തന്നെ. എടേ ബോബൻ കേസിലെ നൂലിടെ കയറ്റിയത്. മകളെ പുറത്താരെങ്കിലും വെച്ച് തപ്പിച്ചെന്നാ മതിയാ. 4 മണിക്കൂർ എടുത്തിട്ടാണെങ്കിലും നിന്റെ പാന്റ് വൃത്തിയായിട്ട് പൊത്തലി കാണിച്ചിട്ടുണ്ട്. പോയിട്ടുണ്ട് വാ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അച്ഛാ. നിന്റെ ഒരു കാലം എവിടെ പോയിടെ? അതെന്റെ അടുത്താ ചോദിക്കണം.
പിന്നെ നിന്റെ കാലം എവിടെയെന്ന് എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണോ? തയ്ക്കാൻ തരണ മുമ്പേ ഇതിന് 2 കാലുണ്ടായിരുന്നു, ഒരു ഓട്ടടയ്ക്കാൻ കൊടുത്തതാണ്. സ്റ്റാർട്ടിങ് ഡബിൾ ഡ്രൈ കുറെ വർഷമായില്ലേ തച്ചിട്ട്. നീ 2 ദിവസം അച്ഛന് സമയം കൊടു, നിന്റെ 2 കാലില്ലാത്ത രീതിയിൽ തച്ചു തരും. ആക്കിയതാണ്, ചെറുതായിട്ട് തോന്നി എനിക്ക്. ഇതിട്ടോണ്ട് ഞാൻ എങ്ങനെ പുറത്തു പോണാ? ഇതിട്ടോണ്ട് നീ പുറത്തും പോണാ? എന്തായാലും ചെറുക്കനെ പാൻറ് ഉഷാറായി. ഡേ ചിത്തു, നിന്റെ 6 ഷർട്ട് പോയി എടുത്തോണ്ട് വാ. അയ്യോ, അതൊക്കെ ഞാൻ എപ്പോഴേ കത്തിച്ച്. എന്തിന്? എന്തായാലും അച്ഛൻ തച്ചതിനെ കൊളമാക്കുമല്ലോ, അതിനു മുമ്പ് തന്നെ കത്തിച്ച്. ഞാൻ ഇട്ടോണ്ട് പറയല്ല, നല്ല ചായ. അയ്യേ, ഇതെന്തിട്ടോണ്ടിരിക്കണ? ഇതാണ് പുതിയ പാഷൻ, 1 ലെഗ് ജോക്കർ പാൻറ്. കറക്റ്റ് പേര്. തന്തപ്പടിയിലെ കലാവിരുന്നാണല്ലേ അപ്പോഴിത്? കൊച്ചു കള്ളി കണ്ടുപിടിച്ച് കളഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എല്ലാ വർഷം പോലെ ഈ വർഷം ഒരു പണി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജലജ, എന്റെ വകയായിട്ട് വീട്ടിലൊരു വരുമാനം കിട്ടിക്കട്ടെ എന്ന് കരുതിയപ്പോ കരുതലിന് നന്ദി, ആ വരുമാനം വേണ്ട. അമ്മ, ഈ 2026-ലെങ്കിലും അച്ഛന്റെ പാഷനുമായി ഫോളോ ചെയ്യാൻ സമ്മതിക്കണം. ഓ, ഈ നിങ്ങളെ കുട്ടിക്കൊരാണ് നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കണം. തന്നെടാ. അല്ല, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ നിനക്ക് ഈ പാൻറ് വേണോ? കത്തിച്ചേർന്നേരാ, ഞാൻ അതല്ലേ ചെയ്തത്. ഇങ്ങനെ പോയാൽ ഇവിടെ ഇരിക്കുന്ന ഡ്രസ്സ് മൊത്തം എടുത്ത് കത്തിച്ച് കളയേണ്ടി വരും. ഭാഗ്യത്തിന് എന്റെ ബ്ലൗസും സാരിയും ഡ്രസ്സും എല്ലാം ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞി? അമ്മയുടെ ഡ്രസ്സിലല്ലേ അച്ഛൻ ഇന്ന് മൊത്തം ഇരുന്ന് വെട്ടി പഠിച്ചത്. ഇതെന്തോന്ന്? നിന്റെ അമ്മയുടെ 4 തരം ചുരിദാർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഹാൻകർചീഫ്. അച്ഛാ, ഇതിലൊരു ലേബലും കൂടെ വേണം, രഘു സ്റ്റിച്ചിങ്. മക്കളെ, നമ്മളെ ഡ്രസ്സ് മാത്രം തച്ചോണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. വല്ല ദബടി കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഡ്രസ്സ് കൂടെ തയ്ക്കണ്ടേ? തയ്ക്കണം. അവരെ ഡ്രസ്സിന്റെ ഒരു സ്റ്റിച്ച് പൊട്ടുമ്പോഴേക്കും അച്ഛാ ആ സ്പോട്ടിൽ അവിടെ എത്തണം, തയ്ക്കണം, പൈസ വാങ്ങണം. അതാണ് ബിസിനസ് മൈൻഡ്. എടാ, നാട്ടുകാരെ ഡ്രസ്സിന്റെ സ്റ്റിച്ച് പൊട്ടണ കാര്യം ഞാൻ എങ്ങനെ അറിയും? പേടിയാവണ തിണ്ടിയെ കാണുമ്പോ. ഈ വീട്ടിൽ ആരാടാ താമസിക്കണ? എന്താണ് നിന്റെ പ്ലാൻ? അച്ഛാ, പ്ലാൻ സിമ്പിൾ ആണ്. ഈ വീട്ടിൽ അശയെ കിടക്കുന്ന തുണി ഞാൻ ആരും കാണാതെ ഈ കത്തി കൊണ്ട് മുറിക്കുന്നു. എന്നിട്ട് അത് അച്ഛനെ വിളിച്ച് പറയുന്നു. അച്ഛനകത്ത് കയറി ചെല്ലുന്നു, തച്ചു കൊടുക്കുന്നു, പ്രീതി പിടിച്ചു പറ്റുന്നു. നമ്മൾ തന്നെ പ്രശ്നമുണ്ടാക്കിയിട്ട് അതിന് നമ്മൾ തന്നെ പരിഹാരം കാണുന്ന ടെക്നിക്ക്. നീ പോയിട്ടോ. നല്ല നീളമുള്ള കൈയുള്ള ബനിയൻ അച്ഛന് തയ്ക്കാൻ എളുപ്പമായിരിക്കും. മക്കളെ, ഒരു ദയാദാശിനി കൊടുക്കണ്ട, ആഞ്ഞു മുറി. ഞാൻ സൂചി നൂല് എടുത്തിട്ടുണ്ട് പൂത്തി തയ്ക്കാൻ. എന്താടാ പിച്ചാത്തിക്ക് മൂർച്ചയില്ലേ? മൂർച്ചയൊക്കെ ഞാൻ നോക്കിയിട്ടാണല്ലോ എടുത്തോണ്ട് വന്നത്. പിച്ചാത്തിക്ക് മൂർച്ച കുറവാണ്, ഞാൻ പോയി രാവിട്ട് പെട്ടെന്ന് വരാം. നീ ഇനി എവിടെയും പോണ്ട, ഞാൻ രാവി തരാം. എന്നെ പോലീസ് കൊണ്ടുപോകണം. ഒരു സമൂഹവിരുദ്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട് അച്ഛനെന്ന് പറഞ്ഞതില്ല. അവന്റെ ചെറുക്കരുതാ പോലീസ് കൊണ്ടുപോകണം. മിക്കവാറും പോലീസ് അവരെല്ലാം പൊളിച്ചു വിടേ ഉള്ളു. കുഴപ്പമില്ല, സൂചി നൂലിരിക്കല്ലേ, കൂട്ടിച്ചേർത്ത് കൊടുക്കാം. അച്ഛനല്ല, കൊച്ചച്ഛൻ. ഇതൊക്കെ അവന്റെ മുഖത്ത്